ഫ്രണ്ട്സ്, ശ്യാമളാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ജാഗ്രതയായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചാൽ റംസാൻ സ്പെഷ്യലായിട്ട് പത്തിരിയാണ് കേട്ടോ. നൈസ് പത്തിരി ഇല്ലേ, അതാണ് ഒന്ന് ഉണ്ടാക്കാൻ പോണത്. എൻ്റെ ഫ്രണ്ട് റൂബി എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടുള്ള ആ കുട്ടിയാണ് എന്നെ ഇത് പഠിപ്പിച്ചത്. അപ്പോൾ അതാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ അത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം കേട്ടോ. ഇതാട്ടോ, ഒരു ഗ്ലാസ് പൊടിയാണ്, അതായത് വറുത്ത പൊടിയാണ് കേട്ടോ. ഇത് നല്ല പച്ചരി വറുത്ത് പൊടിച്ച നൈസായിട്ടുള്ള പൊടിയാണ്. പിന്നെ വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം. അപ്പോൾ ഒരു ഗ്ലാസ് പൊടിക്ക് ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. അതിന് ഒരു ഗ്ലാസ് വെള്ളവും 1/2 ഗ്ലാസ് പാലും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, കുറേ സമയം ഇരിക്കും. അതിനാണ് ഈ പാല് ഞാൻ ചേർക്കണം. ആരും അങ്ങനെ ചേർക്കാറില്ല, ഞാൻ അതിനാണ് ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ ഉണ്ടാക്കിയിട്ട് രാത്രി നിങ്ങൾ നോക്കിയാലും അത് അത്രയും സോഫ്റ്റ് ആയിട്ടിരിക്കും. അതിനാണ് ഞാൻ ലേശം പാല് ചേർക്കുന്നത്. പിന്നെ ഇത് പരത്താൻ വേണ്ട പൊടിയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും, അതാണ് ആവശ്യമുള്ളൂ. നമുക്ക് എങ്ങനെയാണ് ചെയ്യണം നോക്കാം. ഇതാട്ടോ, ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് എനിക്ക് ഞാൻ വെള്ളം ഒഴിച്ചു. ഇനിയിപ്പോൾ ഞാൻ ലേശം പാലും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് രണ്ടും കൂടെ തിളക്കട്ടെ. അത് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, അധികം ഉപ്പിടണ്ട, ഒരു നുള്ള ഉപ്പിട്ടിട്ടുണ്ട് ആവശ്യത്തിന് കേട്ടോ. ആ ഉപ്പ് ഇട്ടിട്ട് ആ വെള്ളം തിളയ്ക്കുമ്പോഴാണ് നമ്മൾ പൊടി ഇട്ടിട്ട് കുഴക്കേണ്ടത്. നല്ലോണം തിളച്ച് വരും. അപ്പോൾ പൊടി അതിലേക്ക് ഇട്ടിട്ട് പതുക്കെ ഇളക്കി ആ മാവ് വേവുന്നവരെ ഇളക്കി കൊടുക്കുക, സിമ്മിലാക്കുക. എന്നിട്ട് ആ ചൂട്ടവിടെ കുഴച്ചെടുക്കണം. ആ കുഴയ്ക്കുന്നതാണ് ഭയങ്കര കഷ്ടം കേട്ടോ. വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇത് സിമ്മിൽ വെക്കണം. എന്നിട്ട് നമ്മൾ പൊടിയിട്ടെടുക്കും കേട്ടോ. പൊടി ഇട്ടിട്ട് സിമ്മിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി നന്നായിട്ട് പൊടി വേവണം. ഇതാണ് പണി. ഇതിനുള്ള പണി ഈ കുഴച്ചെടുക്കലാണ്. നമ്മൾ ചൂട്ടോടെ കുഴച്ചെടുക്കണം. നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് ലേശം ചൂട്ടോടെ തന്നെ ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴക്കണതിലാണ് പത്തിരിയുടെ നൈസ് ആവണത് കേട്ടോ. നന്നായിട്ട് ചൂട്ടോടെ തന്നെ കുഴച്ചെടുക്കണേ. ഞാൻ ശരിക്കും തറയിലിട്ടിട്ടാണ് കുഴക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ പ്രശ്നമുണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഇത് ഈ പാത്രത്തിലിട്ടിട്ടാണ്. തറയിലിട്ടിട്ടാച്ചാൽ നല്ല സൂപ്പറായിട്ട് കുഴയ്ക്കാൻ പറ്റും. ഞാൻ തറയിൽ തന്നെ ഇട്ട് കുഴക്കുകയാണ്. എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ നല്ല വൃത്തിയാക്കി തുടച്ച് വെച്ചിട്ടുള്ള തറയാണ്. അപ്പോൾ എന്നിട്ട് അതിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് കുഴച്ചെടുക്കുക കേട്ടോ. മറ്റേലാകുമ്പോൾ പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ട്. ഇത് കനമില്ലാത്ത പാത്രമായിട്ടല്ലേ. അപ്പോൾ ഇങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല സുഖമായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് നൈസായിട്ട് വരും ചെയ്യും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് നന്നായി കുഴക്കണം കേട്ടോ. കുറച്ച് ഒരു ഗ്ലാസ് ആദ്യമായിട്ട് ചെയ്യുന്നവരാച്ചാൽ കുറച്ച് പൊടി എടുത്തിട്ട് ചെയ്താൽ മതി. എപ്പോഴും എന്തും പരീക്ഷ നടത്തുമ്പോൾ കുറച്ചായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതാട്ടോ, നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നോക്കൂ, കണ്ടോ, നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ചെറിയ ചെറിയ ഉണ്ടകളാക്കി വെച്ചിട്ട് പരത്തിയെടുക്കുക ചെയ്യാം കേട്ടോ. കേട്ടോ, നമ്മൾ പത്തിരി പരത്തിയെടുക്കാൻ പോവുകയാണ്. ലേശം മാവ് അതിലേക്ക് വിതറുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പത്തിരി പ്രസ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് പരത്തിയെടുക്കുക ചെയ്യണം. നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. ഒട്ടുണ്ടെങ്കിൽ കുറേശ്ശെ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ആ പൊടിയൊക്കെ നന്നായിട്ട് തട്ടിയെടുത്താൽ മതി. പൊടിൻ്റെ വെച്ചാൽ കരിഞ്ഞു പോവേ. റൗണ്ടൊന്നും വന്നിട്ടില്ല, എനിക്ക് ഇങ്ങനെ തന്നെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക അറിയോ, റൗണ്ട് വരാൻ വേണ്ടിയിട്ട് നല്ല പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് അമർത്തി കൊടുക്കുക. എന്നിട്ട് പതുക്കെ ചുറ്റൊന്നും ഇതെങ്കിലും എടുത്താൽ നല്ല റൗണ്ട് വരികയും ചെയ്യും. നോക്കിയോളൂ കേട്ടോ, നൈസായിട്ട് തന്നെ പരത്തിയിട്ടുണ്ട്. ഇതുണ്ടോ. ഇനി നമ്മൾ ലേശം പൊടി ഇതിലുണ്ട്. ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ അടുത്തതെടുത്ത് പരത്താൻ പോവാണ്.
ഒരാളങ്ങനെ ചൂടും കൂടെ ചെയ്താൽ വേഗം ആവുകയും ചെയ്യും. എന്താ വെച്ചാൽ പിന്നെ ചൂട്ടോടെ തന്നെ വേഗം ഉണ്ടാക്കുകയും ചെയ്യാം. ഇവർക്കത് അറിയില്ല, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ചെയ്യായിരുന്നു. ഇവിടെ പാൻ വെച്ചിട്ടുണ്ട്, അത് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളത് എങ്ങനെയാണ് ചുട്ടെടുക്കേണ്ടതെന്ന് പറയാം. ഇത് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തട്ടിക്കളയണം കേട്ടോ, അല്ലെങ്കിൽ ചില കറുത്തു പോകും. ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ മീതെ വെള്ളം കുത്തു പോലെ, അതായത് ഇങ്ങനെ കുറച്ച് നമുക്കറിയാം ചൂടായി വരുമ്പോൾ ഇങ്ങനെ പതുക്കെ ഇതിൻ്റെ ചേഞ്ച് വരും, കളർ ചേഞ്ച്. അപ്പോഴാണ് നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇതുണ്ട് അവിടെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ മറിച്ചിട്ട് കൊടുക്കുക. ഇതാ കണ്ടോ, എന്നിട്ട് ഇതുണ്ട് ചെറിയ പൊള്ളായിട്ട് ചെറുതായിട്ട് വരണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒന്ന് പിന്നെയും ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ടിട്ട് നോക്കൂ, ഇത് നന്നായിട്ടൊന്ന് കുറച്ചും കൂടി ആകുമ്പോൾ നമുക്കിങ്ങനെ അമർത്തുമ്പോൾ പൊള്ള മതി ഇങ്ങനെ പൊന്തി വരും കേട്ടോ, പപ്പടം പൊള്ളുന്ന പോലെ. അപ്പോഴ് കറക്റ്റ് പാകമായി എന്നർത്ഥം. വരും കേട്ടോ, നോക്കിക്കോളും. കുറച്ചും കൂടെ വേവായാൽ വരും, അത് പൊള്ളി വരും. അതാണ് അതിൻ്റെ പാകം. അപ്പോൾ റെഡി ആയിട്ടുണ്ടാകുന്ന അർത്ഥം. ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ പാകം കേട്ടോ. നോക്കുക കണ്ടോ, പിന്നെ പൊന്തി വരുന്നില്ലേ. അപ്പോൾ ഇതാണ്. അപ്പോൾ കറക്റ്റായിട്ട് എൻ്റെ പാകം റെഡി ആയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഇനി നമ്മൾ ഇനി ഒന്നും കൂടെ വേവും വേണം. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് വേവുകയും ചെയ്യും. നോക്കിയോളൂ, ആയി വരും. നന്നായി വേവിച്ച് കൊടുക്കണം കേട്ടോ. വെന്ത് വന്നിട്ടുണ്ട്. അപ്പം മതി കേട്ടോ, അത്രയും മതി. പൊടി നന്നായിട്ട് തുടച്ചു കൊടുക്കണം കേട്ടോ. അല്ല തുണി കൊണ്ടോ അല്ല പേപ്പർ കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് നമ്മൾ നന്നായിട്ട് തുടച്ചു കൊടുത്തിട്ട് ഒന്ന്, അല്ല ചില എന്താ പറയുക കരിഞ്ഞു പോകണോ, ഒരുപാട് കളർ ചേഞ്ചും വരും. വെള്ളപ്പത്തിരി ആയിരിക്കില്ല പിന്നെ. അതുകൊണ്ട് ഞാനിപ്പോൾ നോക്കുന്നത് വേറൊരു ചെറിയ പാത്രം കൊണ്ട് വെച്ചിട്ട് റൗണ്ടാക്കിയതാണ്. അത് പപ്പടത്തിന് വലിപ്പമുള്ളൂ കേട്ടോ. അതായത് അതേപോലെ തന്നെ നമ്മൾ ചുട്ടെടുക്കുക. ഇപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ ഇങ്ങനെ ചെറിയ പൊന്തി വരുമ്പോൾ നമ്മളൊന്നും കൂടെ മറിച്ചിടുക. വന്നു കഴിഞ്ഞ് ഇപ്പോൾ ഞാനിതാ ഒന്നും കൂടെ മറിച്ചിട്ടുണ്ട്. ഇതുണ്ട് വെള്ളം കുത്ത് അത് ആ പൊള്ളി വരണതിൻ്റെയാണ് കേട്ടോ. നോക്കൂ, പൊള്ളി വന്നു. ഇനി നമ്മൾ ഇതാക്കി കൊടുത്താൽ ഉള്ള മാതിരി പൊന്തി വരും. നല്ല ഈസിയാണ്. നമ്മൾ കുഴയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ പാട്. ഈ ചുട്ട് കൊടുക്കുന്നതാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കരിയാണ്ട് ചുടണം കേട്ടോ. അതാണ് അതും കൂടെ ശ്രദ്ധിക്കാനുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നല്ല ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റിയ പലഹാരമാണ്. നോമ്പിന് സ്പെഷ്യലാണത്. ആയിക്കഴിഞ്ഞു കേട്ടോ, നമ്മുടെ ഈ പത്തിരിയും റെഡിയായി കേട്ടോ. അടുത്തും കൂടെ ചുട്ടിട്ട് ബാക്കിയൊക്കെ ഞാൻ ചുട്ടെടുക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതെങ്ങനെ വരട്ടേറ്റുള്ളൂ നോക്കൂ, ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെ ഇതിൽ നോക്കി അറിയാം നമുക്ക്. അധികം ചൂട് ആവാനും പാടില്ല. ചൂട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമുക്കത് ചുട്ടെടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയും. ഇതാണ്ടോ വെള്ളം വന്നു കഴിഞ്ഞു. ഇതാണ്ടോ, അപ്പോൾ പതുക്കെ വരുന്നു, അത് പൊങ്ങി വരണം. അതിൻ്റെ ഇതാണ് കാണുന്നത് കേട്ടോ, വെള്ളം. എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ അങ്ങോട്ട് മറിച്ചിടുക. എല്ലാ സൈഡും ഒന്ന് ഇതാക്കി കൊടുത്താൽ അരികൊക്കെ നന്നായിട്ട് വെന്തോളും. ഇത് കുഞ്ഞിതായി പോയി. ശരിക്കും അവരുടെ പത്തിരി എന്ന് പറഞ്ഞാൽ നല്ല വലുപ്പത്തിലുള്ളതായിരിക്കും. നമ്മൾക്ക് ഇവിടെ അത്ര ഷേപ്പൊന്നും വരാത്തതുകൊണ്ടാട്ടോ. നമ്മളൊന്നും
നമ്മളെപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യുന്നു. ഇവിടെ ഞാൻ എന്തെങ്കിലും പ്ലേറ്റ് വെച്ചിട്ട് റൗണ്ടാക്കി എടുക്കുക ചെയ്യാം. അപ്പോൾ നമ്മുടെതാ ഈ പത്തിരിയും റെഡിയായി വന്നു, കഴിഞ്ഞു കേട്ടോ. ഇത് വെന്തു കേട്ടോ. ഇനി എന്താ എടുക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നത് കേട്ടോ. നന്നായിട്ട് എല്ലാ ഭാഗവും നൈസായിരിക്കണം. എവിടെയും അവിടെ തടിയായിട്ട് വരാൻ പാടില്ല. അപ്പം നൈസ് ആയിട്ടില്ലാത്ത ഭാഗമൊക്കെ നോക്കി നമ്മൾ സൈഡിലേക്കൊക്കെ അങ്ങനെ പരത്തി കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ ഒരു പ്രശ്നവുമില്ല, ഒട്ടുമൊന്നുമില്ല. മാവിട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് ഇതുപോലെ ഇതാണോ ഇത് ഒട്ടി വന്നു, അത് നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ഇപ്പം തന്നെ ശരിയാക്കാം. ഇത്രയും നല്ല നൈസായിട്ട് എടുക്കുക. എന്നിട്ട് വെച്ച് സുഖമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ആ പൊട്ടിയതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയെടുത്തതാണ് കേട്ടോ. കേട്ടോ നമ്മൾ ഇങ്ങനെ പാത്രം വെച്ചിട്ട് റൗണ്ടാക്കി ചുറ്റിട്ട് എടുത്തപ്പോഴേ ബാക്കി മാവുണ്ടായിരുന്നില്ലേ, ആ മാവാണ് കേട്ടോ ലാസ്റ്റ്. അത് 2 എണ്ണം കൂടെ ഉണ്ട്, അതും കൂടെ ചുട്ടെടുത്താൽ കഴിഞ്ഞു കേട്ടോ. അതും നിങ്ങൾ വേസ്റ്റാക്കി കളയണ്ട. അതെല്ലാം കൂടിയിട്ട് അത് കുറച്ച് ടൈറ്റായിട്ട് വന്നിട്ടുണ്ടെച്ചാൽ നിങ്ങൾ ലേശം ചുടുവെള്ളം തന്നെ തടവിയിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. എനിക്ക് അങ്ങനെ ഇതൊന്നും ആയിട്ടില്ല. ഇതാ പരത്തിയാൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ തന്നെ പരത്തിയെടുക്കുക കേട്ടോ. ഇതാട്ടോ നമ്മളെ ലാസ്റ്റ് പത്തിരിയും പരത്തിയെടുക്കാൻ പോവണം. വൃത്തിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് എല്ലാ സൈഡും ഇങ്ങനെ പരത്തി കൊടുക്കണം കേട്ടോ. എവിടെയും കട്ടി പാടില്ല. അതുകൊണ്ടാണ് ഇതേപോലെ പരത്തി കൊടുത്തിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ എല്ലാം കഴിഞ്ഞു കേട്ടോ. അത് ലാസ്റ്റാണ്. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പത്തിരി പണി കഴിഞ്ഞു. ഇനി എല്ലാം കൂടെ ചുട്ടെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതായിട്ട് നമ്മൾ അവസാനത്തെ 2 കുഞ്ഞു പത്തിരിയും കൂടി ഉണ്ട്. അതും കൂടെ ചുട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ ഞാൻ തമാശ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അത്ര കഷ്ടമുള്ള പണിയൊന്നുമല്ല. എല്ലാവർക്കും പത്തിരി ഉണ്ടാക്കുക പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണെന്നാണ് വിചാരിക്കുക കേട്ടോ. ആ കുഴയ്ക്കണമെന്ന് മാത്രം. അത് നമ്മൾ ഈ അടുക്കളയുടെ തിട്ടുണ്ടല്ലോ, അതിലിട്ടിട്ട് കുഴച്ചെടുത്താൽ മതി. നല്ലോണം ഒന്ന് 2 കൈയും വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചെയ്യും. നന്നായിട്ട് പരത്തിയാലും കിട്ടും. അപ്പോൾ ഈ കുഴവ പിന്നെ ചില ആൾക്കാർ കുപ്പി കൊണ്ടും എന്താ പറയുക പൈപ്പിൻ്റെ കുഴൽ കൊണ്ടൊക്കെ പരത്തുന്നത്. ഞങ്ങളുടെ അവിടെ ഉണ്ടാകുമ്പോൾ അവര് പൈപ്പിന്റെ കുഴലുകൊണ്ട് ഞങ്ങളുടെ സുലാൻറ്റി പരത്തോട്ടോ. പക്ഷെ നല്ല നൈസായി വരും. പക്ഷെ സുലാൻറ്റിക്ക് ഈ പത്തിരി ഉണ്ടാക്കാൻ അറിയില്ല. അത് പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത് കുഴൽ വെച്ചിട്ടാണ്. പക്ഷെ പത്തിരി ഉണ്ടാക്കാൻ ലേച്ചിക്ക് അറിയില്ല. അപ്പോൾ റൂബി പറഞ്ഞ അവളാണ് ഇത് ഉണ്ടാക്കുക. അപ്പോൾ അവൾ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ അവിടെ പോയി നിൽക്കും. എന്നിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാനിത് പഠിച്ചത്. നന്നായിട്ട് ഉണ്ടാക്കുമ്പോൾ അവൾക്ക് പിന്നെ പത്തിരി പ്രസ് ഉണ്ട്, അത് വെച്ചിട്ടാണ് അവൾ ഉണ്ടാക്കുക. ഞാൻ പിന്നെ അതൊന്നുമില്ല, ഇതങ്ങനെ തന്നെ ഞാൻ ചുട്ടെടുക്കാൻ വിചാരിച്ചത്. ഇത് ലാസ്റ്റ് പത്തിരി കേട്ടോ. കുഞ്ഞു പത്തിരികളാണ്. എന്തായാലും നിങ്ങൾ ചുട്ട് നോക്കണം. നല്ല ടേസ്റ്റാണ്. മഷ്റൂം മസാലയോ അല്ല ചില പനീർ മസാല അല്ലെങ്കിൽ വെജിറ്റബിൾ ഇഷ്ടു അല്ലെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇഷ്ടു ഇതൊക്കെ വെച്ചിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇപ്പോൾ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കടയിൽ പോകണേ ഉള്ളൂ പച്ചക്കറി വാങ്ങാനായിട്ട്. അപ്പോൾ നമ്മളിന്ന് തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് അത് കഴിക്കാൻ പോകണം കേട്ടോ. ഇതാട്ടോ നമ്മുടെ പത്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ പപ്പടം പോലത്തെ പത്തിരി എത്ര എണ്ണം കിട്ടിയിട്ടുണ്ടെന്ന് അറിയോ? 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. 1 2 3 4 5 6 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് 7 എണ്ണം. 2 3 4 5 6 7 എണ്ണം കേട്ടോ. ഇത്തിരി വലിയ പത്തിരി 7 എണ്ണം കിട്ടി. ഇത് 6 എണ്ണവും കിട്ടി. ഒരു 200 ഗ്രാം പൊടി കേട്ടോ. ഒരു ഗ്ലാസ് പൊടിയിൽ അത്രയും കിട്ടിയിട്ടുണ്ട്. ഇതാണ് നോക്കൂ, നല്ല നൈസാണ് കേട്ടോ. നല്ല നൈസ്. നമ്മൾ പൊട്ടിച്ചിട്ട് ഇതാ ഞാൻ തേങ്ങാപ്പാൽ കൂടെ വെച്ചിട്ടുണ്ട്, പഞ്ചസാര ഇട്ടിട്ട് അതിൽ മുക്കി കഴിച്ച് നോക്കൂ എന്താ ടേസ്റ്റ്. നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒരു കഷ്ടവുമില്ല. മാവിൻ്റെ കറക്റ്റ് വേവാകില്ല. വെള്ളം കൂടരുത് കേട്ടോ. ഒരു ഗ്ലാസ് മാവിന് 1.5 ഗ്ലാസ് കഷ്ടിച്ച് ഒഴിക്കും. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളവും 1/2 ഗ്ലാസ് പാലുമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് വെന്ത് വരണം. എന്നിട്ട് ചൂട്ടോടെ തന്നെ കുഴച്ചാലേ ഇത്രയും സോഫ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. നമ്മുടെ റംസാൻ സ്പെഷ്യലാണ് കേട്ടോ ഇതൊക്കെ. ഈ പത്തിരിയൊക്കെ അത് നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് നമ്മൾ ചെയ്താണ് റംസാൻ സ്പെഷ്യൽ.